പ്രകൃതിരമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര വടാട്ടുപാറയിലേക്കാണ് കേട്ടോ. കോതമംഗലത്തിനടുത്തുള്ള. ഇപ്പം ഞങ്ങൾ പാസ് ചെയ്ത് പോകുന്നത് ഭൂതത്താൻകെട്ട് ഡാമാണ്. ഇടയ്ക്ക് വെച്ച് ഗൂഗിൾ അമ്മച്ചി ഞങ്ങളെ വഴിതെറ്റിച്ച് ഏതോ ഒരു ഒറ്റ വഴിയൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി എങ്ങനെയൊക്കെയോ ഡാമിൻ്റെ ഏതോ ഒരു സൈഡിൽ പോയി ഇറങ്ങി. അവിടെ ചെന്നപ്പം നല്ല വിശപ്പ്. അപ്പം തന്നെ അവിടെ തൊട്ടടുത്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് നല്ല പഴംപൊരിയും കാപ്പിയും. അവിടെ ചെന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരാട് എൻ്റെ നേരെ ഓടി വരുന്നത് കണ്ടത്. അതിനെ ഒന്ന് എടുക്കാനുള്ള ആക്രാന്തത്തിൽ ഞാൻ പോയി ആ കുഞ്ഞിനോട് അതിനെ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഇത് അവളുടെ ആടാണ് കേട്ടോ. ഞാനെങ്ങാനും പിടിച്ചോണ്ട് പോയാലോ എന്നോർത്ത് കൊച്ചതിൻ്റെ കയറെ പിടിച്ച് താഴേക്ക് വലിക്കുന്നു, ഞാൻ മേളിലേക്ക് വലിക്കുന്നു. പിന്നെ അവിടെ കണ്ട കുറച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് നിന്നപ്പോഴതേ ഈ പയ്യൻ വന്ന് ബൈക്കിൽ അതിങ്ങനെ ക്രോസ് ചെയ്യുന്നത് കാണാൻ എന്ത് രസമല്ലേ. നന്നായിട്ട് വീഡിയോയിൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി. അവിടെ ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആയതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർഫോൾസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അധികം റിസ്ക്കും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്പോട്ട് കണ്ടുപിടിച്ചു. പിന്നെ ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ ഇവിടെയായിരുന്നു. തകർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നേ വരെ പോയതിൽ ഏറ്റവും ബെസ്റ്റ് വാട്ടർഫോൾസ്. ഇത്തിരി ചേറിൻ്റെ മണം ഉണ്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാം അടിപൊളി. വെള്ളത്തിൽ നിന്ന് കയറാൻ ഭയങ്കര മടിയായിരുന്നു. എന്നാൽ അവസാനം നിവൃത്തിയില്ലാതെ മേളിൽ കയറി. അപ്പോഴാണ് ഞങ്ങൾക്കുണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സോങ്ങിൻ്റെ ഒരു ഡാൻസ് സ്റ്റെപ്പ് പഠിച്ചാലോ എന്നൊരു ചിന്ത വന്നത്. അങ്ങനെ അത് ഞാൻ വീഡിയോ എടുക്കാത്ത എന്താണെന്നറിയോ, നാട്ടുകാരുടെ വായിരിക്കുന്ന ചീത്ത കേൾക്കണ്ടല്ലോ എന്നോർത്താ. ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് വിശന്ന്. അപ്പോഴാണ് അവിടെ ഒരു ഐസ്ക്രീം ചേട്ടൻ നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ തിന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ എനിക്ക് പച്ചക്കറിയോടുള്ള ഭ്രാന്ത് എന്താണെന്ന്. അങ്ങനെ അങ്ങോട്ട് പോയ വഴിക്ക് തന്നെ ഉണ്ടല്ലോ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിൽ 3 കപ്പളം നിൽക്കുന്നത്. അങ്ങനെ തിരിച്ചാത്തി വന്ന് അവിടെ വന്ന് കോളിംഗ് ബെല്ലടിച്ച് ആ ചേട്ടനെ വിളിച്ച് ചേട്ടാ 2-3 കപ്പളങ്ങയൊക്കെ തരാമോ എന്ന് ചോദിച്ചു. ചേട്ടൻ ഓർത്ത് കാണും ഇവിടൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് കപ്പളങ്ങയൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നമുക്ക് നാണമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കപ്പളങ്ങയൊക്കെ പറിച്ച് ഒരു 3-4 കപ്പളങ്ങയൊക്കെ പറിച്ച് വണ്ടിയിൽ വന്ന് അന്നേരമാണ് എൻ്റെ ഒബ്സർവേഷൻ അവിടെ നിറച്ചും തെങ്ങുണ്ട്. അപ്പം ഞാൻ ആ വീടിൻ്റെ ഓണർ എടുക്കൽ ചെന്ന് ചോദിച്ചു ചേട്ടാ തേങ്ങ കൊടുക്കാനുണ്ടോ. അവിടുന്ന് തേങ്ങയും വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും ഭൂതത്താൻകെട്ടിൽ വന്ന് അവിടെ വന്നപ്പോഴത്തേനും ഇരുട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബായ്.